എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പൂക്കാട്ടുപടി. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ലോസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. ചിലർ പറയും പെർമനൻ്റ് നെർവ് ഡാമേജ് ആണ്, ഇനി കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല, എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാ ചെക്കപ്പുകളും നടത്തി ഇനി കാഴ്ച തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം എല്ലാ ചികിത്സയും ചെക്കപ്പുകളും നടത്തി ഫൈനലി തീരുമാനം എടുക്കുന്നതാണ് നെർവ് ഡാമേജ് ആണ്, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നെർവ് ഡാമേജ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ നെർവ് നശിച്ചു പോയി, ഇനി അത് റിക്കറൻസ് ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. ഡാമേജ് പെർമനൻ്റ്ലി ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് പാടാണ്, പ്രയാസമാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പെർമനൻ്റ് ഡാമേജ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ടാണ് ആ പെർമനൻ്റ് ഡാമേജ് വന്നത് എന്നതിനെപ്പറ്റി നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നെർവ് ഡാമേജ് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ കണ്ണിലെ പ്രഷർ വേരിയേഷൻ കൊണ്ടാവാം. ഇങ്ങനെ പല രീതി കൊണ്ട് ആ നെർവിന് ഡാമേജ് വന്നതാവാം. അപ്പോൾ അതിന് വാസ്തവത്തിൽ നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമനൻ്റ് ഡാമേജ് ആണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്നല്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കണ്ണിൽ പ്രഷർ വേരിയേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കതിനെ ഒരു പരിധിവരെ അവിടുത്തെ ഇൻഫ്ലമേഷനെയും അവിടുത്തെ പ്രഷർ വേരിയേഷനെയും നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആ നെർവിൻ്റെ ഫങ്ഷൻ തിരികെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ധാരാളം പേര് പലയിടങ്ങളിൽ പോയിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കണ്ണ് ഡോക്ടേഴ്സും കണ്ണ് ഹോസ്പിറ്റലിൽ നിന്നും ഇനി നെർവ് ഡാമേജ് ആണ്, ഇനി കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് വിധി എഴുതിയ ധാരാളം പേര് ഇന്ന് പലയിടങ്ങളിൽ പോയിട്ട് നാടൻ ചികിത്സാ രീതിയും ആയുർവേദ ചികിത്സാ രീതിയും മറ്റ് പല സിദ്ധ ഇങ്ങനെയുള്ള പല ചികിത്സാ രീതിയിൽ ചെന്നിട്ട് അവർക്ക് കാഴ്ച ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി എന്താണ്? അപ്പം അത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. എല്ലാവർക്കും കിട്ടുന്നില്ലെങ്കിലും ചിലർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ചിലർക്ക് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ, ഒരുപാട് പേര് എങ്ങനെയെങ്കിലും കാഴ്ച കിട്ടട്ടെ എന്ന് കരുതി ആളുകൾ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, സംതിങ് എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്, നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നെർവ് ഡാമേജ് ആയി പോയി എന്ന് നമ്മൾ വിധി എഴുതിയാലും നമുക്കൊരു പോസിറ്റീവിന് ഒരു കച്ചിത്തുരുമ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ത്രോട്ട് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കണ്ണിലേക്കൊരു ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പ്രധാന ഒരു ഘടകമാണ് മൂക്ക് എന്ന് പറയുന്നത്. അപ്പം മൂക്കിന് നാസൽ കഞ്ചഷനോ നാസൽ ഒബ്സ്ട്രക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കണ്ണിനും ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, ചെവിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, ത്രോട്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, ഇങ്ങനെ ഉണ്ടാവാം. അപ്പം മൂക്കിന് ഡിസ്റ്റർബൻസ് ഉള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കണ്ണിൽ പ്രഷർ വേരിയേഷൻ വരും, കണ്ണിലേക്ക് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതാണ് സൈനസ് പ്രോബ്ലം എന്നൊക്കെ ചിലർ പറയും, അല്ലെങ്കിൽ മൂക്കിലെ ദശ വളർച്ച, അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി, ഇങ്ങനെ പല രീതിയിൽ പറയുന്ന പല കംപ്ലയിൻസ് ഉണ്ട്. അപ്പം ഈ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വ്യക്തിക്ക് നെർവ് ഡാമേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തിയുടെ മൂക്ക് ക്ലിയർ ആണോ, മൂക്കിൽ എയർ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, എയർ ഫ്ലോ കറക്റ്റ് ആണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കണ്ണിലേക്ക് പോകുവാനായിട്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ സ്പെഷ്യാലിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഡോക്ടേഴ്സ് കണ്ണിൻ്റെ പ്രോബ്ലമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം എന്ത് ചെയ്യും, മൂക്കും ചെക്ക് ചെയ്യും, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയല്ല, എല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട് കണ്ണിന് നോക്കുന്ന കണ്ണ് മാത്രമേ നോക്കുകയുള്ളൂ, ചെവി നോക്കുന്ന ആൾ ചെവി മാത്രമേ നോക്കുകയുള്ളൂ. വാസ്തവത്തിൽ അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡിഫോൾട്ട് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
വരുന്ന രോഗിയുടെ മെജോറിറ്റി ആളുകൾ എടുത്തു നോക്കിയാൽ കണ്ണിന് പ്രോബ്ലം ഉള്ള ഒരാളെ എടുത്തു നോക്കി ആ വ്യക്തിയുടെ മൂക്കിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഉള്ളവരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മൂക്കിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഇതുവരെ അവർ ട്രീറ്റും ചെയ്തിട്ടില്ല, അത് മൈൻഡും ചെയ്തിട്ടില്ല, നോക്കിയിട്ട് പോലും ഇല്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇവർ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇതെല്ലാം ചെക്കപ്പ് പോലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോഴും ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ENT കൺസൾട്ടേഷൻ നിങ്ങളുടെ മൂക്ക് കറക്റ്റ് ചെക്ക് ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കണ്ണിനല്ലേ കംപ്ലയിൻറ്റ്, മൂക്കിന് എന്തിനാ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം പോലുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനെ പ്രാക്ടിക്കലി ഇതിനെ മനസ്സിലാക്കി നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം കണ്ണിനാണ് പ്രോബ്ലം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിനെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ മൂക്കും ക്ലിയർ ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം കണ്ണിന് പ്രോബ്ലം വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മൂക്കിന് ഒബ്സ്ട്രക്ഷൻ വരുന്നതാണ്. അപ്പോൾ മൂക്കിൻ്റെ ഒബ്സ്ട്രക്ഷൻ പല കാരണങ്ങൾ കൊണ്ടാവാം. സൈനസ് ഇഷ്യൂ ആവാം, അഡിനോയിഡ് ഹൈപ്പർട്രോഫി ആവാം, കണ്ടിന്യൂസ് റണ്ണിങ് നോസ് ആവാം, ഇങ്ങനെ പല ഇഷ്യൂസ് ആവാം. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ കറക്റ്റ് ചെയ്യുക. ആ കറക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കണ്ണിന് റിസൾട്ട് വരുന്നതിന് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഇതിന് വ്യക്തമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. സൈലൻറ്റ് സൈനസ് സിൻഡ്രോം എന്നാണ് ഇതിന് പറയുന്നത്. പലരും പറയും, എനിക്ക് മൂക്കിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടറെ എന്ന് പറയും. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൂക്ക് ഫുൾ ബ്ലോക്ക് ആയിരിക്കും. ആ വ്യക്തിക്ക് അറിയത്ത് പോലുമില്ല എൻ്റെ മൂക്കിന് ബ്ലോക്ക് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അതിനാണ് പറയുന്നത് സൈലൻറ്റ് സൈനസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ആ വ്യക്തിക്ക് ഫീലൊന്നും ചെയ്യത്തില്ല, പക്ഷെ മൂക്കിന് കഞ്ചഷൻ ഉണ്ട്, മൂക്കിൽ ഫ്രീ എയർ ഫ്ലോ കിട്ടുന്നില്ല. ആ വ്യക്തിക്ക് കണ്ണിനും ചെവിക്കും ത്രോട്ടിനും ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. അതിൻ്റെ പിന്നിലെ ബിഹൈൻഡിലെ കാരണക്കാരൻ എന്ന് പറയുന്നത് മൂക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഈ പ്രോബ്ലത്തെയാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ബ്ലഡ് വിഷൻ, അതേപോലെ ഡബിൾ വിഷൻ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ റെഡ് ഐസ്, ഇച്ചിങ് ഐ, റണ്ണിങ് ഐ, കണ്ണിൽ കൂടെ വെള്ളം വരിക, ഭയങ്കര ഇറിറ്റേഷനാണ്. ചിലർക്ക് എപ്പോഴും കണ്ണ് തിരുമിക്കൊണ്ടിരിക്കും, കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഈ സൈനസ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ടിയർ ഗ്ലാൻഡിനെയും എന്ത് ചെയ്യും? അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അങ്ങനെയും ഇറിറ്റേഷൻ വന്നേക്കാം. അപ്പോൾ ഈ കണ്ണിന് കാഴ്ച കുറയുന്നു, അല്ലെങ്കിൽ കണ്ണിന് നെർവ് ഡാമേജ് ആയി, അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവിന് ഡാമേജസ് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇനി ഹോപ്പില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ കണ്ണ്, ചെവി, ത്രോട്ട് ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തറവായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. മൂക്കിൻ്റെ ഒബ്സ്ട്രക്ഷനും അതേപോലെ സൈനസ് ഇഷ്യൂ, അതുപോലെ തന്നെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി, ഈ വക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോസ് എൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. അപ്പം ഈ വക പ്രശ്നങ്ങൾ, കാഴ്ചക്കുറവ്, അതേപോലെ ഡബിൾ വിഷൻ, ബ്ലഡ് വിഷൻ, കണ്ണിൻ്റെ ഇറിറ്റേഷൻ, ഈ വക പ്രശ്നങ്ങളുമായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് എടുക്കുക. ഈ സൈഡിൽ കണ്ണിൻ്റെ പ്രോബ്ലമാണ്, പക്ഷേ മൂക്കിനോ ചെവിക്കോ ത്രോട്ടിനോ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ഫസ്റ്റ് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ണിൽ ഫീൽ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ചികിത്സയോ ഇതിൻ്റെ കാര്യങ്ങൾ ചെക്കപ്പിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പൂക്കാട്ടുപടി. താങ്ക് യു.